Good afternoon, everyone. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, Miss. Yeah, good afternoon. Strength കുറവാണല്ലോ. കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. Good afternoon, Miss. Yeah, good afternoon. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോണൗണിന്റെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിരുന്നു. Prayer കഴിഞ്ഞോ? പ്രയർ കഴിഞ്ഞിട്ടില്ല. കുറച്ചു പേർക്ക് ജോയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ. Good afternoon, Miss. Good afternoon. Okay, start ചെയ്തോളൂ. പ്രയർ ആരംഭിച്ചല്ല. പ്രയർ ചൊല്ലു. Miss Nanchalla. Yeah. Okay. Oh God, thank you for words so sweet. Thank you for food we eat. Thank you for birds that sing. Thank you, God. Thank you for everything. Amen. Yeah. Thought of the day. Thought of the day ഇല്ല. Respond ചെയ്യൂ. No. Okay. ഞാൻ പറയട്ടെ, thought of the day. Yeah, of course. Never stop learning because life never stop teaching. Yeah. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോണോൺ ആണ് എടുത്തത്. എല്ലാവർക്കും ക്ലിയർ ആയോ, മനസ്സിലായോ? കൈൻഡ് ഓഫ് പ്രോണൗൺസ് എല്ലാം ക്ലിയർ ആണ്. നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ. നോട്ടെല്ലാം നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ലേ? പ്രോണൗൺ എക്സസൈസ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. കിട്ടിയിരുന്നോ? കണ്ടോ എല്ലാവരും? കണ്ടു. കണ്ടു. നമ്മുടെ ടെക്സ്റ്റിൽ എക്സസൈസ് ഒക്കെ ചെയ്തിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി, ബാക്കി നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്തിരുന്നോ? പറയൂ. കുറച്ചൊക്കെ ചെയ്തു, കുറച്ചൊന്നും നമ്മൾ ഫീൽ ചെയ്തില്ല അല്ലെ? തോന്നുന്നു. ഓക്കെ, നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? എന്ത് വെച്ച് എല്ലാവർക്കും? ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ. ഞാൻ ചെയ്തിട്ടില്ല, അതാണ് ഞാൻ ഒന്നും ഉണ്ടാകാതിരുന്നത്. അപ്പൊ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയാ. ഓക്കെ. പ്രോണൗൺ എല്ലാവർക്കും ക്ലിയർ ആയി എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ചാപ്റ്റർ യൂണിറ്റ് 2 അല്ലെ, നൗൺ ആൻഡ് പ്രോണൗൺ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നാളെ ഉണ്ടാവും. ഓക്കെ. എക്സസൈസ് ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? കുറച്ച് എക്സസൈസ് നമ്മള് എക്സസൈസ് 1 കുറച്ച് നമ്മൾ ചെയ്ത പോയിട്ട് തോന്നുന്നു. കുറെ നമ്മൾ ചെയ്തു. ശിവാഷ്ടകാൽ ഇവിടെ ഏതാണ്, ഏത് പ്രോണൗൺ ആണ്? എംഫാറ്റിക് പ്രോണൗൺ ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ? ശിവാഷ്ടകാൽ herself. You will write the assignment himself. Okay.
You must do the work. ഇവിടെ എങ്ങനെയാ വരാം? You must do the work yourself. അവിടെ work എന്ന് പറയുന്നത് noun ആണ്. Okay. My daughters built a fence around the house. My daughters built a fence around the house. Themselves അല്ലേ? Themselves. My daughters ആണ്. Themselves ആണ്. അവര്. Let's paint the tables. എങ്ങനെയാ വരാ? Let us ആണ്. So എങ്ങനെയാ വരാ? Ourselves. Clear ആണോ? എന്താണ് ക്ലാസ്? എന്ത് ശോകമാണ്? എന്ത് പറ്റി എല്ലാവർക്കും? ആരെന്തൊന്നും ഇണ്ടാത്തേ? ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. കൺഫ്യൂഷനോ? എന്താ കൺഫ്യൂഷൻ? അതാ നിങ്ങളോട് ചോദിച്ചു. പ്രോണോൺ ക്ലിയർ ആണോ അല്ലയോ? പറയൂ. ക്ലിയർ ആണോ? എല്ലാവർക്കും അറിയാവോ പ്രോണോൺ എന്താണ്? മനസ്സിലായോ? എല്ലാവർക്കും ഞാൻ എടുത്തത് മനസ്സിലായോ? ആൻഡ് കൈൻഡ് ഓഫ് പ്രോണോൺസ് ഒക്കെ നമ്മൾ എടുത്തതാണ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ എല്ലാവരും. 30 above സ്റ്റുഡൻസ് ഉണ്ട്. ക്ലിയർ ആണ്, പക്ഷെ ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യൂ. ടീച്ചർ, ഈ എക്സസൈസ് എംപത്തിക് പ്രോണോൺ മാത്രമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതന്നെ അല്ലേ? അതെ. ഇതിന്റെ അപ്പൊ ആൻസർ അതുകൊണ്ടാണ്. അതാണല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും നിങ്ങള് എല്ലാവരും ഓരോരുത്തരായിട്ട് പ്രോണൗൺ എന്താണ്, 9 കൈൻഡ് ഓഫ് പ്രോണൗൺ ഉണ്ട്, അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഒരു ക്ലാസ്സിൽ പറയുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറഞ്ഞേ. എല്ലാവരും പറയണം കേട്ടോ. ഓരോരുത്തരും പറയാം. ആരുടെയൊക്കെ പേര് വിളിക്കണമെന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി. ഞാൻ അനുസരിച്ച് വിളിക്കാം. ഓക്കെ, റെഡിയാണോ? ഫസ്റ്റത്തെ ഞാൻ പറയാം. പറയൂ. പേഴ്സണൽ പ്രോണൗൺ അങ്ങനെ പറഞ്ഞാ പോരെ? പ്രോണൗൺ എന്താണെന്ന് പറയാം. പ്രോണൗൺ എന്താണ്, അത് എത്ര ടൈപ്പ് പ്രോണൗൺ ഉണ്ട്, അത് ഏതൊക്കെയാണ്, അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യും. പ്രോണൗൺസ് എന്നാല് നമ്മൾ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രോണൗൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് എക്സെട്ര ഇങ്ങനെ ഒരുപാട് പ്രോണൗൺസുകൾ വരുന്നുണ്ട്. ഇതിന് നമ്മൾ 9 തരത്തിലാണ് പ്രോണൗൺസുകൾ ഉള്ളത്. പേഴ്സണൽ പ്രോണൗൺസ്, എംഫാറ്റിക് പ്രോണൗൺസ്, റിഫ്ലെക്സീവ് പ്രോണൗൺസ്, indefinite pronouns, distributive pronouns, demonstrative pronouns, interrogative pronouns, reciprocal pronouns, and relative pronouns. 9 types of pronouns. The first personal pronoun. നമ്മൾ വ്യക്തികളെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വാക്കുകളെയാണ് പേഴ്സണൽ പ്രോണൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കീവേഡ്സ് ഐ, യു, വി, ഹി, ഷീ, ഇറ്റ്, ദേ. ഇതില് നമ്മള് ഇതിനെ 3 ഇതാക്കി തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിങ്ങനെ. അതില് ഫസ്റ്റ് പേഴ്സൺ എന്നാൽ സംസാരിക്കുന്ന ആളെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് കണക്കാക്കുന്നത്. അതിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐയും പ്ലൂരൽ വിയും ആണ്. അത് സെക്കൻഡ് പേഴ്സൺ എന്നാൽ കേൾക്കുന്ന ആളാണ് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സണില് പിന്നെ സെക്കൻഡ് പേഴ്സണിൽ സിംഗുലർ യു ആണ്, അതിന്റെ പ്ലൂരലും യു തന്നെയാണ്. തേർഡ് പേഴ്സൺ എന്നാല് ഇപ്പൊ ഞാനും നീയും സംസാരിക്കുമ്പോൾ അത് മൂന്നാമതൊരാള് കുറിച്ചാണെങ്കിൽ ആ മൂന്നാമത്തെ ആളെയാണ് തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതില് സിംഗുലർ ആയിട്ട് ഹി, ഷീ, ഇറ്റ്, പ്ലൂരലായി പറയുമ്പോൾ ദേ, ഹിസ്, ഹർ, ഹേഴ്സ്, ഇറ്റ്സ്, ഹിം ഇങ്ങനെ വരും. ഇതിന് എക്സാമ്പിൾ പറഞ്ഞു. കണ്ടിന്യൂ പറഞ്ഞോളൂ. അടുത്തത് ഇനി വേറെ ആള് പറഞ്ഞോട്ടെ. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞോട്ടെ. പേഴ്സണൽ പ്രോണോണിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റീവ് പ്രോണോൺ, ഒബ്ജക്റ്റീവ് പ്രോണോൺ, പൊസസീവ് പ്രോണോൺ. സബ്ജക്റ്റീവ് പ്രോണോൺ എന്ന് പറഞ്ഞാല് നമ്മള് സബ്ജക്റ്റിന്റെ ഭാഗത്താണ് ഈ പ്രോണോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് സബ്ജക്റ്റീവ് പ്രോണോൺ എന്ന് പറയും. ഒബ്ജക്റ്റീവ് പ്രോണോൺ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് പ്രോണോൺ ആയിട്ട് വന്നാൽ അതാണ് ഒബ്ജക്റ്റീവ് പ്രോണോൺ.
എക്സാമ്പിൾ ആയിട്ട് മീ, യു, അസ്, ഹെയർ, ഇറ്റ്, ദം ഇതൊക്കെ ഒബ്ജക്റ്റീവ് പ്രോണോൺ ആണ്. നെക്സ്റ്റ് പൊസസീവ് പ്രോണോൺ. പൊസസീവ് പ്രോണോൺ എന്ന് പറയുമ്പോൾ എൻ്റെ, അവൻ്റേത്, അങ്ങനെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്നതിനെയാണ് പൊസസീവ് പ്രോണോൺ എന്ന് പറയുന്നത്. അപ്പോ അതിന് എക്സാമ്പിൾ മൈ, മൈൻ, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, അവേഴ്സ്, ദയേഴ്സ്. എക്സാമ്പിൾ ആയിട്ട് ദിസ് ജാക്കറ്റ് ഈസ് മൈൻ, ഇത് എന്റേതാണ് എന്ന് പറയുന്നതാണ് എക്സാമ്പിൾ. അടുത്തത് എന്താ പറയാ, നെക്സ്റ്റ് പ്രോണോൺ ആണ് എംപാത്തിക് പ്രോണോൺ. അതിന് കുറച്ച് കീവേഡ്സ് ഒക്കെ ഉണ്ട്. നൗൺസിനോ പ്രോണൗണിനോ ശേഷം ഈ കീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എംപത്തിക് പ്രോണോൺ എന്നാണ് പറയുക. മൈ സെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഇറ്റ് സെൽഫ്, ദം സെൽഫ് ഇതെല്ലാം എംപത്തിക് പ്രോണോണിന് ഉദാഹരണമാണ്. ഇത് നൗണിനോ പ്രോണോണിനോ ശേഷം ഈ കീവേഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എംപത്തിക് പ്രോണോൺ ആണെന്ന് മനസ്സിലാക്കണം. അടുത്ത ആൾ പറയട്ടെ അല്ലേ. അടുത്ത പ്രോണോൺ അടുത്ത റിഫ്ലെക്സീവ് പ്രോണോൺ ആണ്. മിസ് ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. ലാസ്റ്റ് വൺ റിഫ്ലെക്സീവ് പ്രോണോൺ. റിഫ്ലെക്സീവ് കേൾക്കുന്നില്ലല്ലോ. വരുന്ന ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരിക്കും. അതായത് ദേ ഫൗണ്ട് ദെംസെൽസ് ഇൻ എ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ അവർ അവരെ സ്വമേധയാൽ, അതായത് സ്വന്തം എന്ന് സ്വന്തമായിട്ടാണ് അവൻ മുറിവേൽപ്പിച്ചത്. അപ്പോ നമ്മുടെ കേൾക്കുന്നില്ല, റേഞ്ചുള്ള അവിടെ കേട്ടാ. അതീവ കട്ടായി പോയി, കേൾക്കുന്നില്ല, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യൂ. മിസ് ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കാം. റിഫ്ലെക്സീവ് പ്രോണോൺ മിസ് ഫസ്റ്റ് എവിടം വരെ കേട്ടായിരുന്നു? ആദ്യം തൊട്ട് പറയട്ടെ. റിഫ്ലെക്സീവ് പ്രോണോൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എംഫാറ്റിക് പ്രോണോണിനോട് സിമിലർ ആണ്. അവിടെ വരുന്ന ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരിക്കും. അതായത് ഹീ കട്ട് ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ അവൻ സ്വമേധയാൽ മുറിവേൽപ്പിച്ചു എന്നാണ് അവിടെ വരുന്നത്. അപ്പൊ ഹിംസെൽഫ്, അപ്പൊ അവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാളാണ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ, ദി ചിൽഡ്രൻ വാഷ്ഡ് ദംസെൽഫ്, അവർ തന്നെ വാഷ്ഡ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട്. അപ്പൊ അവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്നായിട്ട് വരുന്നതാണ് നമുക്ക് റിഫ്ലെക്സീവ് പ്രോണോൺ എന്ന് പറയാൻ പറ്റുന്നത്. അതിന്റെ കീവേഡ്സ് ആയിട്ട് നമുക്ക് ദംസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ് എന്നുള്ള വാക്കുകളൊക്കെയാണ് അതിന്റെ കീവേഡ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അതീവ, പക്ഷെ നമ്മൾ അങ്ങനെ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിട്ട് വരുന്നു എന്ന് പഠിച്ചാല് നമുക്ക് എംപാറ്റിക്കും റിഫ്ലെക്സീവും ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ടഫ് ആയിരിക്കും. നൗണിനോ പ്രോണൗണിനോ ശേഷം അല്ലാതെ ഒബ്ജക്റ്റിന്റെ സ്ഥലത്താണ് നമ്മൾ ഇത് വരുന്നതെങ്കിൽ അതിനെയല്ലേ റിഫ്ലെക്സീവ് പ്രോണോൺ അങ്ങനെ മനസ്സിലാക്കിയേക്കണല്ലോ നല്ലത്. സബ്ജക്റ്റിന്റെ കൂടെയാണ് വരിക. ഇല്ല, നമുക്ക് എംപാറ്റിക്കില് ഒബ്ജക്റ്റ് ആയിട്ടും ഓക്കെ, നമുക്ക് എംപാറ്റിക്കിലും റിഫ്ലെക്സീവിലും ഈ കീവേഡ് ഒബ്ജക്റ്റ് ആയിട്ടും വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു എന്ന് പഠിക്കണ്ട, മനസ്സിലായോ? ഇപ്പൊ എംപാറ്റിക്കിലും ഇവിടെ നോക്കി, ഐ റിപ്പോർട്ട് ദ ബൈക്ക് മൈസെൽഫ്, ഇവിടെയും ഒബ്ജക്റ്റ് ആയിട്ട് വന്നു അല്ലെ. മൈസെൽഫ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആണ് വന്നത് അല്ലെ? ക്ലിയർ ആണോ? സെയിം മീനിങ് തന്നെയാണ്. ബൈക്ക് റിപ്പയർ ചെയ്തത് ഞാൻ തന്നെ, മനസ്സിലായോ? ഇവിടെ റിഫ്ലെക്സീവ് ആണോ? എന്തോ ഇപ്പൊ പറഞ്ഞില്ലേ അത് റിഫ്ലെക്സീവ് ആണോ? അല്ല, അത് എംഫാറ്റിക് ആണ്. അപ്പൊ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വേണമെങ്കിലും വരാമെന്ന് അല്ലെ? അതാ ഞാൻ പറയാം, അങ്ങനെ പഠിക്കരുത്, രണ്ടും ഒബ്ജക്റ്റ് ആയിട്ടും വരും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് നൗണിന് ശേഷമാണോ പ്രോണൗണിന് ശേഷമാണോ നോക്കാം. നൗണിനും പ്രോണൗണിന് ശേഷമാണ് ഈ കീവേഡ് വരുന്നെങ്കിൽ അത് എംഫാറ്റിക് ആണ്. അല്ലാതെ ഒരു വെർബിന് ശേഷമാണെങ്കിൽ കീവേഡ് വരുന്നെങ്കിൽ അത് എംഫാറ്റിക് ആയിരിക്കും. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിയാവുന്നത് എംഫാറ്റിക് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കാം.
നൗണിനും പ്രോനൗണിന് ശേഷം വരുന്നതാണ് എംഫാറ്റിക്. ഇനി അങ്ങനെ അല്ലാതെ വരുന്നത് റിഫ്ലെക്സീവ് ആയിരിക്കും. അങ്ങനെ പഠിച്ചാൽ മതി. ഒബ്ജക്റ്റ് ആയിട്ട് നൗണിനും പ്രോനൗണിനും ശേഷം അല്ലാതെ വേറെ എവിടെ വന്നാലും റിഫ്ലെക്സീവ് അല്ലേ? അത് റിഫ്ലെക്സീവ് ആണ്. അതെ, അങ്ങനെ പഠിക്കും. കാരണം ഇവിടെ നോക്കിയേ, ഇവിടെ they found themselves in a great difficulty. ഇവിടെ ഒരു നൗൺ ഒന്നുമില്ല. ഫൗണ്ട് എന്ന് പറയുന്ന നൗൺ ആണോ? നൗൺ ആണോ? അല്ല. ഓക്കെ, അപ്പോ അത് റിഫ്ലെക്സീവ് ആണ്. പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ്. കാറാണ്. കാർ എന്താണ്? കാർ ഒരു തിങ്സ് അല്ലേ? ഒരു വസ്തു അങ്ങനെ ഉദ്ദേശിക്കും. വസ്തുവാണ്, നൗൺ ആണെന്ന് പറയാം. ഒരു പേരല്ലേ? നൗണാണ്, കോമൺ നൗൺ ആണ്. അപ്പോ ഈ സെക്കൻഡ് എക്സാമ്പിള് എംഫാറ്റിക് ആണ്. അതോടെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ നൗണിന് ശേഷമാണോ ഈ കീവേഡ് വന്നോ ഇല്ലയോ നോക്കാം. ഇവിടെ നോക്കിയ ബ്ലെയിം. ബ്ലെയിം എന്ന് പറയുന്നത് നൗൺ അല്ല. ഓക്കെ, ബ്ലെയിമിന് ശേഷമാണ് യുവർ സെൽഫ് വന്നത്. അതാണ് എന്ത്? റിഫ്ലെക്സീവ്. വാഷ്ഡ്, വാഷ് ചെയ്യുക, അതൊരു വെർബാണ്, നൗൺ അല്ല. അതിനുശേഷം വന്നത് കൊണ്ട് അത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. അതിലേക്ക് കട്ടും ഒരു നൗൺ അല്ല. അതിനുശേഷമാണ് ഹിംസെൽഫ് വന്നത്. കണ്ടോ? കട്ട് ചെയ്യാന്ന് പറയുമ്പോ ഒരു പ്രവൃത്തിയാണ്. അപ്പൊ നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യണതിന്റെ ശേഷം വരുന്നതിനെ റിഫ്ലെക്സീവ് എന്ന് പറയും അല്ലേ? പ്രവൃത്തികൾ മാത്രമായിരിക്കില്ല വരാൻ. ഓക്കെ, ഇപ്പോ ഇതേ ഫൗണ്ട്, ഫൈൻഡ് ചെയ്തു. ഫൈൻഡ് മീൻസ് കണ്ടുപിടിക്കുക എന്നാണ്. അതും ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ചിലപ്പോ പ്രവൃത്തികളും വരില്ല. മനസ്സിലായോ? റിഫ്ലെക്സീവ് പ്രവൃത്തികൾക്ക് ശേഷമാണ് വരിക എന്ന് പഠിച്ചാലും ചിലപ്പോ പ്രവൃത്തി ആയിരിക്കില്ല അത് വരാൻ. ഇപ്പോ ഷീന ഇൻട്രൊഡ്യൂസ്ഡ് ഹെർസെൽഫ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതൊരു പ്രവൃത്തിയാണോ? അത് ഫ്രീ ആയിട്ട് പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോ അതൊരു വെർബ് അല്ല. പൊതുവെ നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന പറയുമ്പോ എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോ അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് ചിലപ്പോ വെർബിന് ശേഷം മാത്രം വന്നതായിരിക്കും നിങ്ങൾ റിഫ്ലെക്സീവ് ആയിട്ട് കാണാം. ഓക്കെ, നൗൺ അല്ലാതെ വരുന്നത് അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. നൗണിനും പ്രോനൗണിനും ശേഷം അല്ലാതെ വരികയാണെങ്കിൽ എന്ന് പഠിച്ചാലാണ് കറക്റ്റ് ആകുള്ളൂ അല്ലെ? അങ്ങനെ പഠിക്കുക, അപ്പൊ കറക്റ്റ് ആയി. അല്ലാണ്ട് വെർബിന് ശേഷം വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബ് മാത്രം ഇംഗ്ലീഷ് എടുക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പഠിക്കേണ്ട. റിഫ്ലെക്സിംഗ് എംഫാറ്റിക് എന്ന് പറയുന്നത് നൗണും പ്രോനൗണിന് ശേഷം വരുന്നതാണ് എന്ത്? എംഫാറ്റിക്. അപ്പൊ അതല്ലാതെ വരുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് പഠിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ മിസ്. ഓക്കെ. അടുത്ത പ്രോണൗൺ പറയൂ. അടുത്ത പ്രോണൗൺ ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. പറയൂ. ഇൻഡെഫിനിറ്റീവ് പ്രോനൗൺ ആണ് നെക്സ്റ്റ്. ആരാ പറയാ? എല്ലാവരും പറയണം കേട്ടോ. കാരണം നിങ്ങൾ പറയും തോറും നിങ്ങൾക്ക് അത് കൂടുതൽ ബൈഹാർട്ടാവുക ചെയ്യാം. മനസ്സിലായോ? നമ്മൾ കാണാതെ പഠിക്കുകയല്ലോ, മനസ്സിലാക്കി പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയാം, എന്താണോ മനസ്സിലായത് അത് പറയാം. ഇപ്പൊ അദീബക്ക് മനസ്സിലായ രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് ഞാൻ തിരുത്തി കൊടുത്തു. അപ്പൊ അദീബക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി. മനസ്സിലായോ? അതേപോലെ നിങ്ങൾക്കും അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പറയാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തരാം. ഓക്കെ, അതൊക്കെ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തൊക്കെയാണ് അടുത്ത ആള് പറയും, പേടിക്കൊന്നും വേണ്ട, ടീച്ചർ തല്ലൊന്നുമില്ലല്ലോ. ഞാൻ വീട്ടിൽ ഇൻഡിഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊതുവായ വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്നതിനാണ് ഇൻഡിഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഇതിന്റെ കീവേഡ്സ് ആയിട്ട് എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, എനിവൺ എന്നൊക്കെയാണ് ഇതിന്റെ കീവേഡ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവരിവൺ ഈസ് സ്ലീപ്പിംഗ് ഇൻ മൈ ബെഡ്. അതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. അടുത്ത ആൾ പറ. അടുത്ത പ്രോണൗൺ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഈച്ച്, എയ്തർ, നെയ്തർ ഈ കീവേഡ്സ് ഉപയോഗിച്ച് വരുന്ന പ്രോണൗണിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ പറയുന്നത്. ഈച്ച് പറഞ്ഞാൽ ഓരോന്നും, ഐദർ പറഞ്ഞാൽ ഒന്നുകിൽ, നെയ്തർ പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈച്ച് ഓഫ് ദ ഗേൾസ് വാസ് ഗിവൺ എ പ്രൈസ്. ഓരോ പെൺകുട്ടികൾക്കും ഒരു പ്രൈസ് കിട്ടി. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാസ് എ ബൈക്ക്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് വരുന്ന ആ പ്രോണൗണിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോണൗൺ പറയും, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ
അടുത്ത ആള് പറയൂ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അതായത് ദിസ്, ദീസ്, ദാറ്റ് ആൻഡ് ദോസ് എന്നീ വാക്കുകൾക്ക് ശേഷം വരുന്നതായിരിക്കും ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. അതായത് ഐ വാണ്ട് ദിസ് പെൻസിൽ, ദിസ് ഈസ് ആൻ ആപ്പിൾ, ദീസ് ആർ ദി ആപ്പിൾ, അങ്ങനെ വരുന്നതായിരിക്കും ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. കീവേഡ്സ് എന്തൊക്കെയായിരുന്നു? ദിസ്, ദീസ്, ദാറ്റ് ആൻഡ് ദോസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോണൗൺ. ഒരു മിനിറ്റ് ടീച്ചറെ. ഇപ്പൊ കീസ് പറഞ്ഞില്ലേ, ദിസ്, ദസ്, ദാറ്റ്, ദോസ്. ഈ കീസിന്റെ കൂടെ നൗണ് വന്നാലല്ലേ അതിന് ഡെമോൺസ്ട്രേറ്റീവ് നൗൺ ആണ്. നൗൺ ആയിരിക്കും വരാം. നൗൺ അല്ലേ വരാം. നൗണല്ലേ വരാ. വെർബിനെ നമ്മൾ ഒരിക്കലും അത് വെച്ചിട്ട് പറയില്ലല്ലോ, നൗണ് മാത്രമേ പറയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇന്റർഗേറ്റീവ് പ്രോണൗൺ. WH വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്റർഗേറ്റീവ് പ്രോണൗൺ. കീവേഡ് ഹൂ, ഹൂസ്, ഹും, വാട്ട്, വിച്ച്, അതൊക്കെ. ഹു വാസ് അറ്റ് ദ ഡോർ, അങ്ങനെയൊക്കെ എക്സാമ്പിൾ. ടെക്സ്റ്റ് നോക്കിയാണ് ഈ എക്സാമ്പിൾ എല്ലാം പറയുന്നത്. അവനവന്റെ ക്രിയേഷൻ പോലെ ഒരു എക്സാമ്പിൾ ആരെങ്കിലും പറയോ? ഓക്കെ, നെക്സ്റ്റ് റിലേറ്റീവ് പ്രോണൗൺ. അതാരാ പറയാ? ഇതിൽ തന്നെ ഇപ്പൊ ഇന്റർഗേറ്റീവ് പ്രോണൗൺ പറഞ്ഞില്ലേ, അതില് വാട്ട്, വിച്ച് എന്നിവയിൽ തുടങ്ങുന്നെങ്കിൽ അതിന്റെ ആൻസർ തിങ്സിനെ കുറിച്ചായിരിക്കില്ലേ, തിങ്സ് അല്ലെങ്കിൽ മാത്രമായിരിക്കും. അനിമൽസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെ? അങ്ങനെ ഇരിക്കും. ലിവിങ് തിങ്സോ നോൺ ലിവിങ് തിങ്സോ വരാം. ഓക്കെ, ഹൂ എന്ന് പറയുമ്പോ ഏതെങ്കിലും പേഴ്സണെ ഉദ്ദേശിക്കണായിരിക്കും അല്ലെ? ഹൂ അതൊരു പേഴ്സൺ ആണ്. ഹൂം ഒക്കെ പേഴ്സൺ ആണ്. ഹൂസ് എന്ന് പറയുമ്പോ ആരുടെ എന്നുള്ളതായിരിക്കും അല്ലെ? ആരുടെ ആണെന്നുള്ളത്. അതും പേഴ്സൺ തന്നെയല്ലേ ടീച്ചർ വരിക? ഹൂസ് എന്ന് പറയുമ്പോൾ ഹൂസും പേഴ്സണിൽ വരും, പക്ഷെ തിങ്സിലും വരാറുണ്ട്. ഓക്കെ, നമ്മൾ ഒരു വസ്തുവിന്റെ കാര്യമായാലും ആരുടെ കാലാണ് ഒടിഞ്ഞത് എന്നൊക്കെ ചോദിച്ചതൊക്കെ വരാം. അങ്ങനെ പൊതുവെ ചോദിക്കാറില്ലെങ്കിലും ചിലർക്ക് ചോദിക്കുന്നവരുണ്ട്. ഒരു കസേരയാണെങ്കിലും ഏത് കസേര എന്ന് ചോദിക്കാതെ ചിലപ്പോ അങ്ങനെയും ചോദിക്കാം എന്നാണ് ടെക്സ്റ്റ് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ അങ്ങനെയും ചോദിക്കാം. അതായത് റിലേറ്റീവ് പ്രോണൗണിൽ അങ്ങനെ ഹൂസ് ഒരു തിങ്സിനെ ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്റർഗേറ്റീവ് വരുമ്പോ അങ്ങനെ ഒരു അത് തിങ്ക് ആവാൻ ചാൻസ് ഇല്ല, ഒരു പേഴ്സൺ ആവാം. ഓക്കെ, ഇതൊക്കെ പേഴ്സൺ ആണ് വരാം. കീസ് പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുകയില്ല അല്ലെ ടീച്ചറെ? എന്തോ നമ്മൾ ഓരോന്നിലും ഓരോ കീസ് പറയണ്ടല്ലോ, ഹൂ അല്ലെങ്കിൽ ദിസ്, ദാറ്റ് എന്നൊക്കെ. അതൊക്കെ പഠിച്ചു വെച്ചാലാണ് ഓരോ പ്രോണൗണും ഏതാണെന്ന് മനസ്സിലാകുള്ളൂ അല്ലെ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാവും ഏത് പ്രോണൗൺ ആണെന്ന്. അപ്പൊ എളുപ്പം കീവേഡ് പഠിക്കുന്നതാണ്. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. റിലേറ്റീവ് പ്രോണൗൺ എന്താണെന്ന് പറയോ? ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ആരാ പറയാ? പറയൂ. ആരാ പറയാ? റിലേറ്റീവ് പ്രോണൗൺ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. മനസ്സിലായിട്ടുണ്ടോ? ഫസ്റ്റ് സെന്റൻസ് റിലേറ്റീവ് പ്രോണൗൺസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് സെക്കൻഡ് സെന്റൻസിലേക്ക് നമ്മൾ റിലേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അതിനാണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 2 സെന്റൻസ് ഉണ്ടാവും, അതിന് നമ്മൾ ഒരൊറ്റ സെന്റൻസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റ് ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് സെക്കൻഡ് സെന്റൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോണൗൺ ആണ് റിലേറ്റീവ് പ്രോണൗൺ. കീവേഡ്സ് ഏതൊക്കെയാണ്? അത് ആനിമൽസിലും വ്യത്യസ്ത കീവേഡ്സ് അല്ലേ? വിച്ച്, ദാറ്റ് ഒക്കെ വരും. ഇന്റർഗേറ്റീവ് പ്രോണൗണിൽ തന്നെ ഉള്ള കീവേഡ്സ് തന്നെ നമുക്ക് റിലേറ്റീവ് പ്രോണൗണിൽ വരാറുണ്ട്. അതിൽ എക്സ്ട്രാ വരുന്നത് ദാറ്റ് ആണ്. ഓക്കെ,
ഇനി റെസിപ്രോക്കൽ പറയൂ. എവിടെ എല്ലാരും എവിടെ? കുറെ മെമ്പേഴ്സ് ഉണ്ടല്ലോ. ആരും മിണ്ടുന്നില്ല, പറയൂ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. There are two reciprocal pronouns. Both of them allow you to make sentence simple. Each other, one another. രണ്ടിന്റെ മീനിങ് സെയിമാ? പരസ്പരം എന്നുള്ള പരസ്പരം സെയിം ആണ്. ഈച്ച് അതർ എന്ന് പറഞ്ഞാല് രണ്ടാളെ പറയാന്. അന്യോന്യം എന്നൊക്കെ പറയാം. അന്യോന്യം പരസ്പരം അങ്ങനെയാണ്. ഈച്ച് അതർ എന്ന് പറഞ്ഞാല് രണ്ട് പേഴ്സണ് പറയാനല്ലേ. വൺ അനദർ കുറെ പേരെ പറയാൻ നമ്മള് വൺ അനദർ. ഇപ്പൊ അതിനൊരു എക്സാമ്പിള്, മേരി ആൻഡ് ജോബ് ഗേവ് ഈച്ച് അതർ ഗോൾഡ് റിങ്സ് ഓൺ ഡെയർ വെഡിങ് ഡേ. മേരിയും ജോബും വിവാഹ ദിവസം മോതിരം പരസ്പരം കൈമാറി എന്ന് പറയുമ്പോ അവിടെ ഈച്ച് അതർ ആണ്, അവര് രണ്ട് പേരാണ്. പിന്നെ മറ്റേ കീവേഡ് വൺ അനദർ പറയുമ്പോ ദ കിഡ്സ് സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ കിക്കിംഗ് ദ ബോൾ ടു വൺ അനദർ. അതില് ഒരുപാട് കുട്ടികളെ പറയുന്നുണ്ട്. അപ്പൊ വൺ അനദർ എന്നുള്ള ഒരു കീവേഡ്, രണ്ട് കീവേഡ് ആണ് ഇതിലല്ലേ. രണ്ട് കീവേഡ്, പക്ഷെ രണ്ടിനും മീനിങ് സെയിം തന്നെയാണ്. അന്യോന്യം പരസ്പരം എന്നുള്ള മീനിങ് ആണ്, പക്ഷെ രണ്ടും സെയിം മീനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. സെയിം ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ രണ്ട് വേർഡ് വന്നാല് റെസിപ്രോക്കൽ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്താ ടീച്ചർ റെസിപ്രോക്കൽ ഒന്നുകൂടി പറയൂ. ഈച്ച് അതർ, വൺ അനദർ, ഇതാണ് ഇതിന്റെ കീവേഡ്. ആ കീവേഡ് വരുന്ന വേർഡ് സെന്റൻസ് കണ്ടാൽ അത് റെസിപ്രോക്കൽ ആണ്. ഈച്ച് അതർ മീനിങ് അന്യോന്യം, വൺ അനദർ എന്ന് പറയുന്നത് പരസ്പരം. രണ്ടും സെയിം മീനിങ് ആണ്, മനസ്സിലായോ? Children were calling one another names. അതായത് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലെ. ഇതിങ്ങനെ ഈച്ച് അതറും വൺ അനദറും വരികയാണെങ്കിൽ അത് റെസിപ്രോക്കൽ പ്രോണോൺ ആണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതിയോ? രണ്ടാളെ കുറിച്ച് പറയുമ്പോ ഈച്ച് അതർ, ഒരുപാട് ആളുകളെ കുറിച്ച് പറയുമ്പോൾ വൺ അനദർ. ആദ്യം ഓരോരുത്തരും മെൻഷൻ ചെയ്ത് പറയുന്നത് വൺ അനദർ ആയിട്ട്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ്. ഇനി എന്താണ്? ഇനി കുറെ പേരൊന്നും സംസാരിച്ചില്ല. എന്താണ് റീസൺ പറയൂ? മനസ്സിലാവാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിയാത്തോണ്ടാണോ? പറയൂ. എന്താ ക്ലാസ് ഒന്ന് ചോദിച്ചാ റെസ്പോൺസ് ഇല്ലാതെ എന്താ? പറയൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനിപ്പോ ലെഫ്റ്റ് കോള് വന്നിട്ട് ലെഫ്റ്റ് ആയിട്ട് ഇപ്പൊ ജോയിൻ ആയിരുന്നു. എനിക്ക് അതുകൊണ്ട് ഒന്നും കേട്ടില്ല. അതാണ് കേട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് പ്രോണൗൺ ആയിരുന്നു. സോ പ്രോണൗണിനെ കുറിച്ചാണ് എല്ലാവരും കൂടെ സംസാരിച്ചത്. ഓക്കെ, പറയുന്നുണ്ടോ? ഇനി ഓരോരുത്തരായിട്ട് എല്ലാ പ്രോണൗണും ഒന്നിച്ച് പറയൂ. ഓക്കെ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയണമെന്നില്ല. ഒരാള് തന്നെ എല്ലാ പ്രോണൗണും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അയാൾക്ക് അത്രയും ക്ലിയർ ആകും. മനസ്സിലായോ? എല്ലാവരും പറയണം, ഒരാൾ മാത്രമല്ല. ഓക്കെ, റെഡിയാണോ? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെറുതെ ക്ലാസ് എടുത്തുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആകും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടീച്ചർ അല്ലേ നിങ്ങൾ എല്ലാവരും? സോ ആ രീതിയിലൊന്ന് പറയൂ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ മിസ്, എന്തോ? എക്സസൈസ് 1 എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനില്ലേ ഹി വാഷ്ഡ് ഹെർ കാറ്, അത് നമ്മള് എംഫാറ്റിക് പ്രോണോൺ ഉപയോഗിച്ച് ചെയ്യുമ്പോ ഹി വാഷ്ഡ് ദി കാർ ഹെർസെൽഫ് എന്നാണോ എഴുതേണ്ടത്? കാരണം എംഫാറ്റിക് എന്താണ്? നൗണിന് ശേഷം വരുന്നതാണ് അല്ലേ? അപ്പൊ നമ്മൾ എഴുതുമ്പോ ഹി വാഷ്ഡ് ദ കാർ ഹെർസെൽഫ് എന്ന് എഴുതണോ? അതെ, അങ്ങനെ എഴുതാം. ഓക്കെ മിസ്. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളുടെ എക്സാമിന് വരില്ല കേട്ടോ. അതുകൊണ്ട് അത് പേടിക്കണ്ട. ഓക്കെ, ഒരു മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ ക്ലിയർ ആവും എങ്ങനെയാണ് എക്സാം വരാ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ.
ആരും പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞേ. പറയൂ, അല്ലെങ്കിൽ ഞാൻ ഇനി noun നൗൺ എന്ന് തുടങ്ങി. പറഞ്ഞാല് ഞാൻ പറഞ്ഞു നോക്കാം. ഓക്കെ ടീച്ചറെ, ഞാൻ പറയട്ടെ? ഞാൻ തന്നെ പറയേണ്ടതാണ്, ആരെയും പറയട്ടെ വിചാരിച്ചു. നൗൺ എന്ന് പറഞ്ഞാല് പേരാണല്ലോ. ഇപ്പൊ എന്തിന്റെ പേരോ ആകാം, എന്തിന്റെ സ്ഥലത്തിന്റെ പേരോ മനുഷ്യന്മാരുടെ പേരോ അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരോ, എന്തിന്റെ പേരിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഈ നൗണിനെ പകരമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം പ്രോനൗൺ ചെയ്യാം. ആ നമുക്ക് ഒന്ന് റീവൈൻഡ് ചെയ്താലോ യൂണിറ്റ് 2 ഫുള്ള്? റിവൈൻഡ് ചെയ്യാം. ടീച്ചർ തന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. എന്തായാലും നാളെ മോക്ക് ടെസ്റ്റ് ആണ് യൂണിറ്റ് 2. സോ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യാം. അപ്പൊ നൗൺ തുടങ്ങി ഓക്കെ. പറഞ്ഞോളൂ. നൗൺ എന്താണ്? ടീച്ചർ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോ റിവൈൻഡ് ചെയ്ത പോലെ ആവില്ലേ? എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 1 കഴിഞ്ഞായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എക്സസൈസ് 2 ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കുറച്ച്. ഓക്കെ, കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോ അതിനെ കുറിച്ച് നമ്മളത് മനസ്സിലാവുമല്ലോ. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനും നല്ലത് ആ എക്സസൈസ് വരുമ്പോഴല്ലേ നമ്മൾ ഓർത്തെടുക്കാം മുന്നേ പഠിച്ച കാര്യങ്ങൾ. അതല്ലേ കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. ഓക്കെ, നിങ്ങൾ പറയുമെന്നാല് നിങ്ങൾ മിണ്ടാതിരിക്കണ്ട, എല്ലാവരും വായിച്ചിട്ട് ആൻസർ പറയും. ചെയ്യൂ, ഏത് എക്സസൈസാ ടീച്ചറെ? എല്ലാരും ചെയ്യാം. 1 2 3 ഫസ്റ്റ് മുതല? എക്സസൈസ് 1 മുതല? അല്ല, പ്രോണൗണിന്റെ എക്സസൈസ് 2 നമുക്ക് തുടങ്ങിയാലോ? പറയൂ. Miss, first question exercise 2 dash What is is your your opinion opinion about എന്നല്ലേ learning വരിക? Arabic? What is your opinion about അല്ലേ ടീച്ചറെ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ലേണിംഗ് അറബിക്? അതല്ലേ? കറക്റ്റ്. ഓക്കെ. അഞ്ജു 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 പറയുന്നത് കേൾക്കുന്നില്ല. അഞ്ജു ദാസ്. നോ കേൾക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഡേഷ് ഓഫ് യുവർ ബ്രദേഴ്സ് ഗേവ് യു ദിസ് ബുക്ക്. വിച്ച് ആണോ വരിക ടീച്ചറെ? അതെ മിസ്, വിച്ചാണോ? വിച്ചാണ്. വിച്ച് ഓഫ് യുവർ ബ്രദേഴ്സ് ഗേവ് യു ദിസ് ബുക്ക്. ഏത് ബ്രദറാണ് നിങ്ങൾക്ക് ഈ ബുക്ക് തന്നത്? Who is the responsible for this mistake എന്നാണോ? Who is the responsible for this mistake? Who ആണോ ടീച്ചർ വരിക? മൂന്നാമത്തെ ആരാണ് ഉത്തരവാദി? ഈ മിസ്റ്റേക്കിന് ആരാണ് റെസ്പോൺസിബിൾ എന്നുള്ള രീതിക്കല്ലേ വരിക? അതെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഡാഷ് ഡിഡ് യു ഫൈനലി എലക്ട് സെക്രട്ടറി? എലക്ട് എന്നാണോ സെലക്ട് എന്നാണോ? വാട്ട് ഡിഡ് യു എന്നാണോ? വാട്ട് ഡിഡ് യു ഫൈനലി എലക്ട് സെക്രട്ടറി എന്നാണോ? വാട്ടാണോ? ഹൂ ആയിരിക്കില്ലേ? ആരാന്നല്ലേ? ആരായിരിക്കും സെലക്ട് ചെയ്യുക സെക്രട്ടറി ആയിട്ട് എന്നുള്ള മീനിങ്? ഹൂം ആയിരിക്കില്ല, ആരെയാണെന്നല്ലേ? ശരിയാണ്, ആരെയാണ്. അവിടെ ആരെന്നല്ലല്ലോ അല്ലെ, ആരെയാണ് തിരഞ്ഞെടുക്കാന്നല്ലേ? ശരിയാണ്. മലയാളം മീനിങ് ഹൂസാണോ? ഹൂസാ? ഹൂസാണോ? ഓക്കെ. ഹൂസാണോ ഹൂമാണോ? ഹൂമാണല്ലേ? ഹൂമാണ് ടീച്ചറെ? ഹൂമാണ്. WHO. ഇവിടെ എന്താ പറയാ? വാട്ട് ഈസ് ദിസ് ബാഗ്? വാട്ട് ഈസ് ദിസ് ബാഗ്? എന്താണ് ഈ ബാഗില്? അല്ലേ? ആരുടെയാണ് ഈ ബാഗ്? Who is this bag? ഹൂസ് ദിസ് ബാഗ്?
who's this bag വാട്ട് അല്ലാത്തതൊക്കെ അവിടെ ഹൂസിന്റെ അവിടെ ഈസ് വരുമോ? ഹൂസിന്റെ അവിടെ ഈസ് വരുമോ? അതാണ് അറിയേണ്ടത്. എന്താണ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും നോക്കിയേ. വരൂല അതില്. വാട്ട് ഈസ് ദ ബാഗ്? ഡാഷ് ഈസ് ദിസ് ബാഗ്. വാട്ട് മലയാളം ഈസ് ദിസ് ബാഗ് എന്ന് എന്തായാലും വരും. എന്താണ് ഈ ബാഗിൽ എന്ന് വരും. അതിന് വേറെ ഹൂ അല്ലേ? ആരുടെയാണ് ഈ ബാഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദിസ് ബാഗ് എന്ന് ചോദിക്കുമ്പോ എന്താണ് ഈ ബാഗ്, അതൊരിക്കലും വരില്ല. എന്താണ് ഈ ബാഗ്? ബാഗിൽ ഇല്ലെന്ന് വന്നിട്ടില്ല. ബാഗിൽ എന്താണ് വാട്ട് ഈസ് ഇൻ ദിസ് ബാഗ് എന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? പിന്നൊന്നും വന്നിട്ടില്ല. പാട്ട് വരില്ല. പിന്നെ എന്താ വരാ? ഹൂ വരില്ല. എന്താണ് ഈ ബാഗിൽ? ഹൂ ആണെങ്കിൽ ആരാണ് ഈ ബാഗ് എന്നാ വരാ. അപ്പൊ ഹൂ ആണോ? ഏതാണ് ഈ ബാഗ് എന്ന് വരില്ലേ? വിച്ച് ഈസ് ദിസ്? ഈ ബാഗ് ആരുടേതാണ്. പക്ഷേ ഹൂസ് നല്ല ടീച്ചറെ, ഈ ഹൂസിന് ശേഷം ഈസ് വരും. ഇവിടെ ഇവിടെ കൂടുതൽ ചാൻസ് വരാൻ ബാഗ് ആരുടേതാണ് എന്നാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ തന്നെ മിസ്റ്റേക്ക് ആണ്. കാരണം ഹൂസ് ബാഗ് ദിസ് എന്നൊക്കെ വരാം. ഹൂസ് ബാഗ് ഇസ് ദിസ് എന്നാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. മനസ്സിലായോ? ഹൂസ് വിച്ച് ഈസ് ദിസ് ബാഗ്, ഏതാണ് ഈ ബാഗ് എന്ന് വേണമെങ്കിൽ വരാമല്ലോ. വിച്ച് ഈസ് ദിസ് ബാഗ്, ഏതാണ് ഈ ബാഗ്. ഇപ്പൊ കുറെ ബാഗ് ഉണ്ട്. അപ്പൊ ഏതാണ് ഈ ബാഗ് എന്ന് ചോദിക്കണമെങ്കിൽ വിച്ച് പറ്റില്ലേ? വിച്ച് ഈസ് ദിസ് ബാഗ്, ഇത് ഈ ബാഗ് ഏതാണെന്ന് ചോദിക്കാം. നെക്സ്റ്റ്. Dash did you see with her? What did you see with her? നിങ്ങൾ ആദ്യം ആ മീനിങ് ഒന്ന് നോക്കി. മലയാളം മീനിങ് ഒന്ന് പറഞ്ഞേ. വാട്ടോ മലയാളം മീനിങ് ഒന്ന് പറഞ്ഞേ. Did you see with her? Did you see with her? അവളുടെ കൂടെ അവളുടെ കൂടെ നീ ആരെങ്കിലും കണ്ടോ എന്നാണ് ചോദ്യം. Who did you see with her? ആരെങ്കിലും Whom did you see with her? ആരെയാണ് അവളുടെ കൂടെ കണ്ടതെന്നല്ലേ? കണ്ടോന്ന്? Did you see? കണ്ടോ എന്നല്ല. അവളുടെ കൂടെ ആരെ കണ്ടു എന്നല്ലേ വേണ്ടത്. ആരെ കണ്ടു അവളുടെ കൂടെ. അതെ. ആ എന്താ പറയാ? അപ്പൊ ആരെന്നുള്ളതിന് എന്താ പറയാ? ഉമ്മ. ആദ്യം നിങ്ങള് ആ ഹൂമിന്റെ ഒക്കെ മീനിങ് എഴുതിയപ്പോ. എനിക്ക് ഹൂമിന്റെ മീനിങ് അറിയില്ല ടീച്ചറെ. ഹൂമിന്റെ മീനിങ് അറിയില്ല. സത്യം, ഞാൻ സത്യം തെളിയിച്ചു തന്നാ എനിക്ക് ഹും അറിയില്ല. ആരുടേന്നാണോ ആരേന്നാണോ? ഞാൻ പറയട്ടെ. ഹൂ എന്ന് പറയുന്നത് ആര്. അതാണ് ഹൂ. ഹൂ അറിയാം. ആര് അതാണ് ഹൂ. WHOM. ഹൂ ആരെ. ഹൂസ് ആരുടെ. ഓക്കെ, ഇത് പഠിക്കാം എന്നിട്ട് ആൻസർ ചെയ്യാം. ഹൂ ആരെ, ഹൂസ് ആരുടെ. ഇനി പറഞ്ഞു നോക്കി. ഹൂ ആരെ. നീ ആരെയാണ് അവരുടെ Whom did you see with her? അപ്പൊ ആരെയല്ലേ ആരെയാണ് നിങ്ങൾ അവളുടെ കൂടെ കണ്ടത്, അങ്ങനെയല്ലേ? അപ്പൊ ഹൂമാണ്. ഓക്കെ. നെക്സ്റ്റ്, ഡാഷ് ഡിക്ഷണറി ഈസ് യുവേഴ്സ്. Which dictionary is yours? ഏത് ഡിക്ഷണറിയാണ് വരിക? വിച്ച് ഡിക്ഷണറി ഈസ് യുവേഴ്സ്, ഏത് ഡിക്ഷണറിയാണ് നിങ്ങളുടേത്? Dash is her academic qualification. What വരുമോ? What is her academic qualification? What അല്ലേ? What? Next, who helped you? Who helped you? ആര് നിങ്ങളെ സഹായിച്ചു? പറ്റില്ലേ? Who helped you? ആരാ നിങ്ങളെ സഹായിച്ചത്?
Who helped you? ആരെയാണ് നിങ്ങൾ സഹായിച്ചതെന്ന്? നെക്സ്റ്റ് പറയൂ. വിച്ച് ബാഗ്? വിച്ച് ബാഗ് ഡിഡ് യു സ്റ്റീൽ? ഏത് ബാഗാണ് നിങ്ങൾ? ഹൂസ് ബാഗ് ഡിഡ് യു സ്റ്റീൽ? Whose bag did you steal? ആ ഹൂസും പറ്റുമല്ലോ. Whose bag did you steal? ഡിഡ് വരുമ്പോ അവിടെ ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ഓക്കെ, ഏത് ബാഗാണ് നിങ്ങൾ മോഷ്ടിച്ചത് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഏത് ബാഗാണ് ചോദിക്കാം, ആരുടെയാണെന്ന് ചോദിക്കാം, കുഴപ്പമില്ല കേട്ടോ. വിച്ചും ഹോസും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഹൂസാണ് കുറച്ചുകൂടി ബെറ്റർ അല്ലേ യൂസ് ചെയ്യുന്നത്? രണ്ടും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് എക്സസൈസ് 3 പറയൂ. ഇത് റിലേറ്റീവ് പ്രൊണൗൺസിനെ കുറിച്ചാണ് പറയണത്. ആദ്യം നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺസിൽ ഏതൊക്കെ കീസ് ഉപയോഗിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ കിട്ടും. ആൻസർ പറയൂ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറയൂ. What is the name of the boy who won? The first who won the first prize? Yeah, what is the name of the boy who won first prize in the speech competition? Yeah. Next. Abraham Lincoln, Wilkes both shot to death, was born in a hunt. പൂമല്ല വരാം. ആരുടെ വെടിയേറ്റ് മരിച്ചു എന്നല്ല വരാം. ഹൂസ് അല്ലേ? എബ്രഹാം ലിങ്കൺ ഹൂസ് എന്നാണല്ലോ മാം. ഹൂസ് ആണോ? ഹൂസ് ആണോ? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. അല്ലേ മിസ്സേ? ഹും. മീനിങ് എന്താ? മീനിങ് എന്താ പറയൂ. പോയോ? സയൻസ് ആയാലോ? പെട്ടെന്ന് സയൻസ് ആയാലോ? എബ്രഹാം ലിങ്കൺ, ഇത് ഒരാളുടെ പേരല്ലേ? വിൽക്കസ് ബൂത്ത് ഷൂട്ട് ടു ഡെത്ത് വാസ് ബോൺ ഇൻ എ ഹട്ട്. അതായത് വിൽസ് ബൂത്ത് വെടിയേറ്റ് മരിച്ചതിന് ശേഷമാണ് എബ്രഹാം ലിങ്കൺ ജനിച്ചത്. അപ്പൊ പറയൂ. അവിടെ ഹൂമാണ് വരാം. ഹൂസ് വരില്ല, ആരുടെ എന്നല്ല, ഹൂമാണ് വരാം. ഹൂമാണ് അല്ല, ഹൂവാണ്. ഹൂവല്ല. ടെക്സ്റ്റിൽ വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ ടീച്ചറെ അതിന്റെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് മീനിങ് ഒന്ന് പറഞ്ഞുതരുമോ ആ ഒരു സെന്റൻസിന്റെ? ഞാൻ പറഞ്ഞില്ല, ടെക്സ്റ്റിന് വിശ്വസിക്കാൻ പറ്റില്ലേ. ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിലോ, എനിക്ക് തോന്നുന്നത് ചിലപ്പോ മിസ്റ്റേക്ക് ആയിരിക്കാം എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ആ സെന്റൻസിന്റെ മീനിങ് ഒന്ന് പറഞ്ഞുതരുമോ? Abraham Lincoln. Lincoln whom Wilkes Booth shot to death was born in a hunt. ഇത് മലയാളത്തിൽ പറഞ്ഞതിന് ചെറിയൊരു മിസ്റ്റേക്ക് രീതിക്ക് വരും അല്ലേ? അതാണ് ഞാനിങ്ങനെ സ്റ്റക്ക് ആയിരുന്നത്. അത് മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു.
കണക്ട് ചെയ്യാൻ കുറച്ചുകൂടി. രണ്ടാമത്തെ അല്ലേ പറയണത്? ആക്ച്വലി വരേണ്ടത് വിൽക്സ് ബൂത്ത് ആരെയാണോ വെടിവെച്ച് കൊന്നത് ആ എബ്രഹാം ലിങ്കൺ ഹട്ടിലാണ് ജനിച്ചത്, അതല്ലേ ഉദ്ദേശിക്കുന്നത്? കാട്ടിലാണ് ജനിച്ചതല്ല, കാട്ടില്ല. ഹട്ട് മീൻസ് കാടല്ല, ഒരു കുടില് എന്നുള്ളല്ലേ? അതാണോ? ജനിച്ചത് അതല്ലേ? പക്ഷെ അത് മൊത്തത്തിലൊരു മിസ്റ്റേക്ക് പോലെ ക്വസ്റ്റ്യൻ. ജനിച്ചത് എന്നല്ല പറയുന്നത്, ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ? കുടിലായിരുന്നു ജനിച്ചത്. അതാണ് എനിക്ക് വാസ് ബോൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ അല്ലെ? അതെനിക്ക് ആദ്യമേ ഒരു മിസ്റ്റേക്ക് തോന്നിയിരുന്ന ചാൻസ് ഉള്ള നമ്മുടെ റിലേറ്റീവ് പ്രോണോൺ വെച്ചിട്ട് ചാൻസ് ഭൂമിക്കാണ് വരാൻ. ഇതെല്ലാം ക്വസ്റ്റ്യൻ വിട്ടേക്കും, മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയൂ. The book that you gave me is that ആണോ വരിക? ദാറ്റ് വിച്ചോ വരും. That you gave me. Which you give me is somehow lost. എങ്ങനെയോ നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഏത് എഴുതണ്ടേ? വിച്ചോ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു തിങ്ക് ആണെങ്കിൽ വിച്ചോ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഓപ്ഷനെ ബേസ് ചെയ്തിരിക്കും ആൻസർ ചെയ്ത്. ഓക്കെ, ഓപ്ഷനിൽ വിച്ച് ഉള്ളൂ ദാറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിച്ച് എഴുതാം. ഇനി ഓപ്ഷനിൽ ദാറ്റ് ഉള്ളൂ വിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് എഴുതാം. ഒരിക്കലും വിച്ചും ദാറ്റും ഒരുമിച്ച് ഓപ്ഷനിൽ വരില്ല, ഇതിലൊന്നേ വരുള്ളൂ. ഓക്കെ, അതിന് നോക്കിയിട്ട് ക്യാൻസൽ ചെയ്യും. നെക്സ്റ്റ് അടുത്ത വായിക്കൂ, എക്സാമിന് പറയുന്നത്. The Oxford English Dictionary is the best dictionary dash you can study. That you can study. That you can study എന്നാണ് തോന്നുന്നത്. വിച്ച് വരുമോ? വിച്ച് വരുമോ? വിച്ചും ദാറ്റും യൂസ് ചെയ്യാന്നേ. അപ്പൊ നമ്മൾക്ക് ഓപ്ഷനിൽ വിച്ചാണുള്ളതെങ്കിൽ വിച്ച് എഴുതുക, ദാറ്റ് ആണ് തന്നിട്ടില്ലെങ്കിൽ ദാറ്റ് എഴുതുക, ഇത്രേ ഉള്ളൂ അല്ലെ? അതെ. നെക്സ്റ്റ്. That is the woman dash car was stolen last night. Which car? Whose car? Whose car? Is the woman? ആരുടെ കാറാണ്? ആരുടെ കാറാണ് സ്റ്റോൾ ചെയ്തത്? Whom ആണോ? ആരുടെ? No. ഓ, മീനിങ് പറഞ്ഞിട്ട് തെറ്റി പറഞ്ഞു. Whose ആണ്? Whose car? Yeah. Okay, next. മിസ് അത് ഈ ഒന്നുകൂടി പറയാം. ദാറ്റ് ഈസ് ദ വുമൺ ഡാഷ് കാർ എന്നുള്ളത് ഹൂന്നല്ല എന്റെ അതെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അത് That is the woman dash car was stolen last night. ആ വുമണിന്റെ കാറാണ് ഇന്നലെ രാത്രി മോഷ്ടിച്ചത്, സ്റ്റോളൻ ചെയ്തത്. അപ്പൊ ആരുടെ കാറാണ്? ആരുടെ എന്നാണ്. അപ്പൊ whose ആണ്. That is the woman whose car was stolen last night. Okay. Okay, clear. ഇവിടെ ഒരു മിനിറ്റ്, നമ്മുടെ സെക്കൻഡ് എബ്രഹാം ലിങ്കൺ ഏകദേശം വരാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെയാണ്. ഇപ്പോ വിൽക്സ് ബൂത്ത്, അതായത് വിൽക്സ് ബൂത്തിന്റെ വെടിയേറ്റ് മരിച്ച എബ്രഹാം ലിങ്കൺ ജനിച്ചത് ഒരു ഹട്ടിലായിരുന്നു. ഇങ്ങനെയായിരിക്കും വരാൻ. മനസ്സിലായോ? വിൽക്സ് ബൂത്തിന്റെ ആരുടെ എന്നാണ് വരിക അപ്പോ അവിടെ? വിൽക്സ് ബൂത്തിന്റെ വെടിയേറ്റ് മരിച്ച എബ്രഹാം ലിങ്കൺ ഒരു കുടിലായിരുന്നു ജനിച്ചത് എന്നാണ്. എങ്ങനെയാണ് ഇതിന്റെ മീനിങ് വരാം? ഓക്കെ, അപ്പൊ അവിടെ എന്താ വരാ?
Abraham Lincoln. ഹൂസ് ആണോ വരിക? ആരുടെ വെടിയേറ്റ് മരിച്ച ആണോ എബ്രാഹിമിന് അയാള് കുടില് ജനിച്ച അപ്പൊ ആ ഹൂസാണ്. ആരുടെ എന്ന് വരില്ല. വിൽസ്മിത്തിന്റെ വെടിയേറ്റ് മരിച്ച എബ്രഹാം ലിങ്കൻ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഹൂമാണ് വരാം. ആരെയല്ലേ? ആരെയാണ് വെടിവെച്ചത് എന്നായിരിക്കാം. ആരെ? എബ്രഹാം ലിങ്കൺ ഹൂ എബ്രഹാം ലിങ്കൺ ആരുടെ വെടിയേറ്റ് മരിച്ചാന്ന് വരാല്ലേ? ഹൂസാണ് ചാൻസ് കൂടുതൽ. എല്ലാത്തിലും ഹൂസിനാണല്ലോ. Abraham Lincoln, whose wits both shot to death, was born in a hut. ഞാൻ ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. മതിയോ? മതി മിസ്. എഫ് എന്ന് പറഞ്ഞാൽ എഫ് അത് വേണ്ട. എഫ് പറഞ്ഞു നോക്കിയാലോ? പറയൂ. The two girls dash I met with your brother were doctors. എന്താ പറയാ? ആര്യന്നല്ലേ? The two girls whom I met with your brothers were daughters. രണ്ട് ഡോക്ടർമാരെ, രണ്ട് ബ്രദേഴ്സ് ആയ ഡോക്ടർമാരെ കണ്ടു എന്നാ? ആരെ കണ്ടു എന്നാണോ ചോദിക്കുന്നത്? ആര്യയുടെ ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ചോദിക്കിപ്പോ? The two girls I met with your brothers were daughters. വരാ ഹൂമാണ്. ഇവിടെ അയ്യാണ് എനിക്ക് കുറച്ച് ഡൗട്ട്. whom I met with your brothers were doctors ആണ്. ആരെയാണ് കണ്ടത്? പക്ഷെ അവിടെ റിലേറ്റീവ് പ്രോണൗൺ വരുന്ന ഹൂമാണ്. ഓക്കെ. Have you got anything dash belong to me? Which belongs to me. Which അല്ലേ മിസ്? Think ആണല്ലോ. Show that. Okay. Next up. He was respected by the people with dash he worked. Who ആണോ? ഇവിടെ വേറെയല്ലേ ചാൻസ് കൂടുതല്? Where he worked അല്ലേ വരിക? Where he worked. പേരാണ് അങ്ങനല്ലേ? അല്ലാണ്ട് അവിടെ പോകുമ്പോ വെച്ചോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ വർക്ക്ഡ് ഒന്നും പറയാൻ പറ്റില്ല. Where he worked. ഇതിന് മീനിങ് ഒന്ന് പറഞ്ഞു നോക്കാലോ. അദ്ദേഹം എന്താണ് പീപ്പിൾസിനെ റെസ്പെക്ട് ചെയ്യുമായിരുന്നു എന്നല്ലേ പറയണത്? വിത്ത് ഹി വർക്ക്ഡ്. എവിടെയാണോ അയാൾ വർക്ക് ചെയ്യുന്നത് എവിടെന്നാണോ വരിക? എവിടെയാണോ അയാള് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരെയാണ് അയാളെ റെസ്പെക്ട് ചെയ്തിരുന്നത് അല്ലെ? വർക്ക് ചെയ്യുന്നത് സ്ഥലത്തല്ലേ? വേറാണ്. നെക്സ്റ്റ് ദിസ് ദ റൂം. ടീച്ചർ പറഞ്ഞു. dash was born.
which he was born. Yeah, which of that? This is the room in which she was born or that she was born. Yes. ദാറ്റ് ചെയ്തല്ലേ, ദാറ്റ് ഷി വാസ് ബോൺ. എഴുതിയാലേ മിസ്റ്റേക്ക് അല്ല. Okay. Which Next, she has got a new boyfriend. Dash box in Indian carriage. Who works in a garage? Who works on it? Okay. Yeah. Second, Abraham Lincoln ആണെന്ന് കുഴപ്പിച്ചത് ഞാൻ ക്ലിയർ ചെയ്യാട്ടോ. ഞാനിപ്പോ അതാലോചിച്ചു എങ്ങനെയാണത്. അവിടെ ദിവസം വരാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റില് എക്സസ് ചെയ്താൽ അങ്ങനെയാണ് അവസ്ഥ. ഓക്കെ. അപ്പൊ എക്സാമിന് എന്ത് കിട്ടുന്ന ഒരു പിടുത്തമില്ല, മൊത്തം ഇതായിട്ടിരിക്കുന്നു. എക്സാമിനകത്ത് പേടിക്കണ്ട, എക്സാമിനകത്ത് ക്വസ്റ്റ്യനേ വരില്ല. ഓക്കെ. ഈസി ആയിരിക്കും, ഈസി ആയിരിക്കോ? ടെക്സ്റ്റ് ബേസ് അല്ല, ടെക്സ്റ്റ് ബേസ് അല്ല. ടെക്സ്റ്റ് ബേസ് ചിലപ്പോ ടെക്സ്റ്റ് ബേസ് വരുന്നത് ഈ റിലേറ്റീവ് പ്രോണൗണില്ലേ, റിലേറ്റീവ് പ്രോണൗണിന്റെ ക്വസ്റ്റ്യൻ ഇപ്പോഴും ഇങ്ങനെ വരാട്ടോ. ഈ ഡാഷ് ആയിരിക്കും വരാം റിലേറ്റീവ് പ്രോണൗൺ. ഓക്കെ. അത് മനസ്സിലായി, സെൻട്രലായിരിക്കും ഡാഷ് വരിക. അങ്ങനെ വരും. പിന്നെ അതിന് ഇന്റർഗേറ്റീവ് പ്രോണൗൺ ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം, ഡാഷ് വരാം. അപ്പൊ അതിന്റെ മുകളില് എഴുതില്ലേ ഇന്ന പ്രോണൗൺ ആണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, മിക്സ്ഡ് ആയിട്ടേ തരിക അല്ലേ? ഇന്റർഗേറ്റീവ് എന്ന് കേട്ടാൽ അത് അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കണം. മനസ്സിലായോ? അത് കീവേഡ് പഠിക്കാൻ പറഞ്ഞു. പ്രോണൗൺ വെച്ചിട്ടേ പറയുള്ളൂ, ബാക്കി ഫിൽ ചെയ്യേണ്ട നിങ്ങൾ പഠിക്കാം. അങ്ങനെയും വരാം, എന്തും പ്രതീക്ഷിക്കാം. ഓക്കെ. പുറത്തുനിന്നായിരിക്കോട്ടെ ക്വസ്റ്റ്യൻ വരാം, ബേസിക്കലി പുറത്തുനിന്ന് വരാം. പക്ഷെ നിങ്ങളുടെ കണ്ടന്റ് ഏത് ലെസണാണ് നൗണും പ്രോണൗണും ഇത് രണ്ടും ഉണ്ടോ? നാളത്തെ ഈ മോക്ക് ടെസ്റ്റ് ഇത് രണ്ടും ഉണ്ട്, നൗണും പ്രോണൗണും. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, മേ ബി 10 അത്രയൊക്കെ ഉള്ളൂ. സിമ്പിൾ ആയി. ടീച്ചർ അല്ലേ ഇടുന്നത് ക്വസ്റ്റ്യൻസ്? മോക്ക് ടെസ്റ്റ്. ഓക്കെ. അപ്പൊ കുറച്ചുള്ളൂ, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഐഡിയ കിട്ടാനാണ്. എക്സാമിന് എങ്ങനെയാണ് എക്സാം അല്ല, ഈസി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടണേ. ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നേ, ഞാൻ കുറച്ച് മുന്നേ ഇട്ടതാ, ഓർമ്മില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ താങ്ക് യു. ഒരു മിനിറ്റ് ടീച്ചറെ, ഒരു മിനിറ്റ്. എക്സസൈസ് 1 ഇല്ലേ, അതില് ഷീ വാഷ്ഡ് ഹെർ കാർ ഉണ്ട്, പിന്നെ ഷീ ഡിഡിൻ ആസ്ക് എനിവൺ ടു ഡു ഇറ്റ്. ഇത് രണ്ടും വേറെ വേറെ സെന്റൻസ് ആണോ? അല്ല, കണക്ട് ചെയ്യണം. അതെങ്ങനെയാ കണക്ട് ചെയ്തതുണ്ട്. ആൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുത്താലും മതി. ഷി വാഷ്ഡ് ഹെർ കാർ ഹെർസെൽഫ്, കോമ ഷി ഡിഡ്ന്റ് ആസ്ക് എനിവൺ ടു ഡു ഇറ്റ്. അതായത് അവൾ തന്നെ അവളുടെ കാർ കഴുകി, അവൾ ആരോടും അത് ചെയ്യാൻ പറഞ്ഞില്ല, ഇത് രണ്ട് സെന്റൻസ് കൂടി ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഇതൊക്കെ. അതെ, അങ്ങനെയാണ്. രണ്ട് സെന്റൻസ് കൂടി ജോയിൻ ചെയ്യിപ്പിക്കാനാണ്. Join the following pairs of sentences meaningfully using a suitable emphatic pronoun. Okay. അത് ജോയിൻ ചെയ്യാം. രണ്ട് സെന്റൻസിനെ രണ്ടും ക്ലിയർ ആണ്, അതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തിട്ട് emphatic pronoun വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുക. എന്നിട്ട് അപ്പൊ ഇതിൽ ആൻഡ് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ല പറഞ്ഞാല് ആൻഡ് വെച്ചിട്ട് എഴുതാം, ജസ്റ്റ് കോമിട്ട് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ, പഠിക്കണം. ഓക്കെ, മനസ്സിലാക്കി വെക്കുക അല്ലെ? മനസ്സിലാക്കി വെച്ചാൽ അത് ഈ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് വെച്ചാൽ എംഫാറ്റിക് പ്രോണൗൺ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ അത് ഫില്ല് ചെയ്യണമല്ലോ. ഫില്ല് ചെയ്യണമെങ്കിൽ നൗൺ ശേഷം പ്രോണൗൺ ശേഷമാണ് എംഫാറ്റിക് പ്രോണൗൺ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ. കളക്റ്റീവ് നൗൺ ഒക്കെ പഠിക്കണോ ടീച്ചറെ? അതൊക്കെ വരുമോ? കളക്റ്റീവ് നൗൺസില് പഠിച്ചോളൂ, വരും. ഓക്കെ. കൊറേ ഉണ്ട് അപ്പൊ പഠിക്കാനല്ലേ? കുറെ ഉണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻസ് കുറച്ചുള്ളൂ. പഠിക്കാനൊക്കെ കുറെ പഠിക്കണം. ഓക്കെ. അപ്പൊ താങ്ക് യു. താങ്ക് യു ടീച്ചർ. നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു മിസ്. Thank you, Miss.